അവർ ആത്മാർത്ഥമായിട്ട് ലൈഫിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച് നടക്കുന്നൊരുത്തരാണ് നീ എന്നുണ്ടെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ആയിട്ട് ജനിച്ചത് നിനക്ക് നിൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം. കാരണം നീ സമ്മതിച്ചു, പൈസ ഉള്ളൊരു ഫാമിലിയിൽ ജനിച്ചു കഴിഞ്ഞാൽ നിനക്ക് അങ്ങനത്തെ ലൈഫ്, ലക്ഷറി ലൈഫ്, അതും സാധനം എല്ലാം കിട്ടും, കഷ്ടപ്പാട് അറിയണ്ട എന്നായിലുള്ള ലൈഫിൽ നിനക്ക് പ്രത്യേകിച്ച് ഒരു പർപ്പസും ഇല്ല. അച്ഛന് പൈസ ഉണ്ട്, കോളേജിൽ പോയാലും സ്കൂളിൽ പോയാലും എന്ത് ചെയ്ത് കഴിഞ്ഞാലും അച്ഛൻ്റെ പൈസ, അച്ഛൻ്റെ പൈസക്ക് വണ്ടി, അച്ഛൻ്റെ പൈസക്ക് ഫോൺ, അച്ഛൻ്റെ പൈസക്ക് അത്, അച്ഛൻ്റെ പൈസക്ക് പെണ്ണ്, എല്ലാം ഒരു അച്ഛൻ്റെ പൈസക്ക് തിന്ന് നടക്കുന്നവന് ലൈഫിൽ പ്രത്യേകിച്ച് ഒന്നും അറിയേണ്ട ആവശ്യമില്ല, ഒരു കഷ്ടപ്പാടും ഉണ്ടാകത്തില്ല, അവൻ്റെ ലൈഫിൽ ആ ഒരു പർപ്പസും ഉണ്ടാകത്തില്ല. അവൻ ജീവിതം മൊത്തം അറിയാൻ പോകുന്നത് അവൻ്റെ അച്ഛൻ്റെ പേരിലായിരിക്കും. ഒരു മോശപ്പെട്ട കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത്. അച്ഛന് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നിൻ്റെ ലൈഫ് ഓൾറെഡി ആ ഒരു ഇതിലായിരിക്കും പോകാൻ പോകുന്നത്. പക്ഷേ നീ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചതുകൊണ്ട് നിനക്കിവിടെ കിട്ടുന്ന ഒരു അവസരമാണ്. അത് ഏതൊരു മകനും അവൻ്റെ മനസ്സിൽ ആ ഒരു ആത്മാർത്ഥമായിട്ടൊരു ആഗ്രഹം ഉണ്ടാകും, അവൻ്റെ അച്ഛനും അമ്മയും അവൻ്റെ പേരിൽ അറിയപ്പെടുക എന്നുള്ളത്. എൻ്റെ ആ ഒരു ചാൻസാണ് ദൈവം നിനക്ക് കൊണ്ടാണ് തന്നിരിക്കുന്നത്. നിൻ്റെ ഉള്ളിൽ നിനക്ക് ശരിക്കും ലൈഫിൽ എന്തെങ്കിലും ചെയ്യണം, എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ നിനക്ക് കിട്ടിയേക്കുന്നത് ഈ ലോകത്ത് നിനക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു അഭിമാനം, ഏറ്റവും വലിയ ഒരു അന്തസ്സ്, ഏറ്റവും വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നിൻ്റെ അച്ഛനും അമ്മയും നിൻ്റെ പേരിൽ അറിയപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും നിനക്ക് ചെറിയൊരു കാര്യമല്ല. അച്ഛൻ്റെ അമ്മേൻ്റെയും പേരിൽ മക്കൾ അറിയപ്പെടുക എന്ന് പറയുന്ന എന്നാ അവൻ്റെ ഇയാളുടെ മോനെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആ ഒരു രീതിയിലുള്ളത് ഭയങ്കര കോമണാണ്. പക്ഷേ നിൻ്റെ പേരിൽ നിൻ്റെ അച്ഛനും അമ്മയും അറിയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഈ ലോകത്ത് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് അത്. അതിൻ്റെ ഒരു മിഡിൽ ക്ലാസ് ലൈഫ് നീ ജീവിച്ചതിലൂടെ നിനക്ക് കിട്ടാൻ പോകുന്നത് അത് തന്നെ. നീ ഒരു മിഡിൽ ക്ലാസ് ആയിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കറിയാം നിൻ്റെ ലൈഫിൽ നിനക്ക് എന്താ വേണ്ടത്, നിൻ്റെ ആ ഒരു ലക്ഷ്യം എന്താണ്, നിൻ്റെ ആ ഒരു പർപ്പസ് എന്താണ്, എല്ലാം നിനക്ക് കറക്റ്റായിട്ട് നിൻ്റെ തലയിലുണ്ട്. ഇനി നിനക്ക് വേണ്ട ആ ഒരു വർക്ക് ചെയ്യാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ്, നിനക്ക് വേണ്ട ആ ഒരു ലൈഫിലോട്ട് നിനക്ക് വർക്ക് ചെയ്ത് എത്തിക്കാൻ പറ്റണം. എൻ്റെ ആ ഒരു സാധനത്തിന് വേണ്ടി നിനക്ക് ആ ഒരു എഫേർട്ട് ഇടാൻ പറ്റണം. അതാണ് ഇനി നിനക്ക് വേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കാര്യമൊക്കെ ശരിയാണ്, കൊറോണത്തിന് എൻ്റെ നിൻ്റെയൊക്കെ ഈ ഒരു ജനറേഷൻ, ഈ ഒരു ജെൻസി എന്ന് പറഞ്ഞാൽ ഇവന്മാർ മിഡിൽ ക്ലാസ് ആകട്ടെ എന്തും ആകട്ടെ ലൈഫിൽ ഒരു പർപ്പസും ഇല്ലാതെ നടക്കുന്നൊരു വാണമായിട്ടുള്ള ജനറേഷനാണ്. 99% ഈ ഒരു ജനറേഷനിലെ പിള്ളേരുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 14-25 വയസ്സിലുള്ള എല്ലാ ആണുങ്ങൾക്കും വേണ്ടത് ഒരു ഗേൾ ഫ്രണ്ട്, ഒരു റിലേഷൻഷിപ്പ്. ആ ഒരു രീതിയിൽ പോകുന്നവന്മാരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ആ മനസ്സിലാക്ക്, നിനക്ക് നിൻ്റെ തലേൻ്റെ ഉള്ളിൽ പെണ്ണാണ് ഏറ്റവും വലുത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഏറ്റവും വലുതെന്നും പറഞ്ഞ് വെച്ചുകൊണ്ട് നടക്കുന്നവന്മാർ ഞാന്മാരെ ആ ഒരു ആണുങ്ങളുടെ കാറ്റഗറിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക. കാരണം ഒരാണിനെ സംബന്ധിച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരാണിന് അവൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട അവൻ്റെ ആ ഒരു പർപ്പസ് മനസ്സിലാക്കുക, അവൻ്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കി, അവൻ്റെ ആ ഒരു ഉത്തരവാദിത്വം മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കാനുള്ള ഇതെന്നാണ്. ആൻഡ് ജസ്റ്റ് പെണ്ണാണല്ലാന്നും പറഞ്ഞ് നടക്കുന്നവന്മാർക്ക് ഒരിക്കലും അവസാനം ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് നാളെ വാലന്റൈൻസ് ഡേ അതും ഇതെന്നൊക്കെ പറഞ്ഞ് അതും ആഘോഷിച്ച് അങ്ങനെ കുറേ തൊലിച്ച് നടക്കാനാണെന്നുണ്ടെങ്കിൽ നീ അങ്ങനെ പൊക്കൂ. പക്ഷേ അല്ല, നിനക്ക് ആത്മാർത്ഥമായിട്ട് നിൻ്റെ ലൈഫിൽ നിനക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്, ഞാൻ ആ പറഞ്ഞ ആ ഒരു അച്ചീവ്മെൻറ്റ്സ്, ഞാൻ ആ പറഞ്ഞ ആ ഒരു നേട്ടങ്ങൾ നിനക്ക് നിൻ്റെ ലൈഫിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം നീ നാളെ ഒരു വാലന്റൈൻസ് ഡേ പോയി കഴിഞ്ഞാൽ അടുത്ത വർഷം അത് പിന്നെയും വരും. പക്ഷേ ഇപ്പം നീ കളയാൻ പോകുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി അത് നിനക്ക് പിന്നെ കിട്ടാൻ പോകുന്നില്ല. ആ മനസ്സിലാക്ക്, നീ ഒരു സെർട്ടൈൻ പോയിന്റിൽ നിൻ്റെ ലൈഫിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും നിനക്ക് വാലന്റൈൻസ് ഡേ എന്താണെന്ന് പറഞ്ഞാൽ ഒരു കൂപ്പ് ഉണ്ടാകാൻ പോകുന്നില്ല. നിനക്ക് എപ്പോൾ പെണ്ണ് വേണോ ആ ടൈമിൽ നിൻ്റെ അടുത്ത് പെണ്ണുണ്ടാകും. നിനക്കെപ്പോൾ നീ ആഗ്രഹിക്കുന്ന എന്ത് സാധനമാകട്ടെ എല്ലാം നിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്ന ആ ഒരു ഇതിലൂടെ നിനക്ക് എത്താൻ പറ്റും. പക്ഷേ ഇപ്പം നിൻ്റെ ചുറ്റുമുള്ള ഡിസ്ട്രാക്ഷൻസ്, കിസ് ഡേ, വാലന്റൈൻസ് ഡേ, ഗേൾ ഫ്രണ്ട് ഡേ, ബോയ് ഫ്രണ്ട് ഡേ, അത് ഇത് കോപ്പ്, ഇതിനെല്ലാത്തിനും പുറകെ ഡിസ്ട്രാക്റ്റഡായി പോകുന്നൊരുത്തിന് ലൈഫിലൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ആ മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടാകും. ജസ്റ്റ് ഏതെങ്കിലും ഒരു പെണ്ണിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനത്തിന് വേണ്ടി നിൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിൽ നിന്ന് നീ ഡൈവേർട്ടായി ഡിസ്ട്രാക്റ്റഡായി പോകുകയാണെന്നുണ്ടെങ്കിൽ ജീവിതകാലം മൊത്തം നീ അങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. ഒരുത്തിന് അവൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവൻ ഏറ്റവും ആദ്യം വേണ്ട ആ ഒരൊറ്റ സാധനം, നിൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണോ അതിലോട്ട് നിനക്ക് ഡയറക്റ്റ് ആ ഒരു ഫോക്കസ് ഉണ്ടാക്കി വെച്ച് അതിനുവേണ്ടി മാത്രം വർക്ക് ചെയ്യാൻ പറ്റണം. അതായത് ആ ഒരു പാത്തിൽ കൂടെ നിനക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഇതിൽ പോകാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതല്ലാതെ ഇവിടുന്ന് ഈ ഒരു ഇത് എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ പോയി പിന്നെ അവിടുന്ന് അങ്ങോട്ട് തെറിച്ച് ഇങ്ങോട്ട് തെറിച്ച് അവിടുന്ന് പിന്നെയും കുറേ കറങ്ങി പിന്നെ ഈ ഒരു ഇതിൽ വന്ന് പിന്നെ അങ്ങനെ പോകുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. ഒരു സാധനത്തിൽ ആ ഒരു ലക്ഷ്യം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോകുന്ന വഴി വേറെ എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവാതെ നേരെ ആ ഒരു ലക്ഷ്യം എന്താണോ അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് പോകും. നിന്നെ ഈ ലോകത്ത് ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് നിനക്ക് പ്രത്യേകിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് നീ നിന്നെ ഇൻസ്റ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നാളെ കിസ് ഡേ ആണോ, നാളെ ഹഗ് ഡേ ആണോ, നാളെ എന്ത് കോപ്പാണെന്നുണ്ടെങ്കിലും ഇതിനെയൊക്കെ പറ്റി കുറേ സാധനം വരും. നിന്നെ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് ഈ ലോകത്ത് കുറേ സാധനങ്ങളുണ്ട്.
പക്ഷേ എന്നാൽ നിൻ്റെ ആ ഒരു ലക്ഷ്യത്തിലൂടെ ഗൈഡ് ചെയ്യാൻ മാത്രം നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അതിൻ്റെ ആ ഒരു പുഷ് നീ നിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാക്കണ്ട. അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഡ്രൈവ് അത് നിൻ്റെ ഉള്ളിൽ നിന്ന് നിനക്കുണ്ടായി വരണ്ട. വേറൊരുത്തരെ നിനക്ക് വന്നുണ്ടാക്കി തരാൻ പറ്റാൻ പോകുന്നില്ല. മനസ്സിലാക്കിയിട്ട് ആ ഒരു സാധനത്തിന് വേണ്ടി വർക്ക് ചെയ്യും. ലൈഫിൽ നിനക്ക് വേണ്ട ആ ഒരു സാധനങ്ങൾ അത് നിനക്ക് ആഗ്രഹം ഉണ്ടാകും. ഇത് വേണം, പെണ്ണ് വേണം, അത് വേണം, ഇത് വേണം. അതെല്ലാം നീ ഇപ്പോൾ സാക്രിഫൈസ് ചെയ്ത് നിൻ്റെ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നീ വർക്ക് ചെയ്ത് ആ ഒരു എത്തുവാണെന്നുണ്ടെങ്കിൽ ഒരു സർട്ടൈൻ പോയിന്റിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും നീ ഇപ്പോൾ സാക്രിഫൈസ് ചെയ്ത സാധനം എല്ലാം നിനക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് നിനക്ക് തിരിച്ച് കിട്ടാൻ തുടങ്ങും. ആണ് ലൈഫിൻ്റെ ആ ഒരു റിയാലിറ്റി. ദൈവം ഇപ്പോൾ നിനക്ക് ഇട്ട് തന്നേക്കുന്ന ആ ഒരു പരീക്ഷണമാണ്. അതായത് നീ നിൻ്റെ ലക്ഷ്യത്തിന് ഒരു സീരിയസ് ആയിട്ടാണോ നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പരീക്ഷണം മാത്രം. ആ ഒരു പരീക്ഷയിൽ നീ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് എനിക്ക് ഈ പെണ്ണും വേണ്ട, എനിക്കൊന്നും വേണ്ട, എനിക്ക് എൻ്റെ ആ ഒരു ലക്ഷ്യമാണ് പ്രധാനമെന്നും പറഞ്ഞ് നീ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നീ കളയുന്ന സാധനമെല്ലാം നിനക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് ദൈവം നീ ആ ഒരു ലക്ഷ്യം അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ, നീ ആ ഒരു ലക്ഷ്യം പ്രാപ്തമാക്കി കഴിയുമ്പോഴത്തേക്കും ദൈവം നിനക്ക് തിരിച്ചു കൊണ്ട് തരുന്നതായിരിക്കും. ആൻഡ് ഇനി ആ ഒരു തോൽവിയിലോട്ട് പോകണോ, ആ ഒരു ജയത്തിൻ്റെ പാതയിൽ നടക്കണോ, എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നിൻ്റെ തീരുമാനമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നിനക്ക് നേരെയുള്ള ആ ഒരു വഴിയുണ്ട്. അല്ലെന്നാണെങ്കിൽ നിനക്ക് ഇവിടം വരെ നേരെ വന്നിട്ട് അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി നേരെയും പോയി എന്നിട്ട് കറങ്ങി തിരിച്ചു വന്ന് ഇവിടെ നിന്ന് പിന്നെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് നീ ഇപ്പോൾ വേസ്റ്റ് ചെയ്ത് കളയാൻ പോകുന്ന ആ സമയമൊന്നും നിനക്ക് പിന്നെ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. നിൻ്റെ ലൈഫിൽ നീ എപ്പോഴും ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യാൻ പോകുന്ന ഒരേ കാര്യമുള്ളൂ, ഞാൻ കുറച്ചും കൂടെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നെങ്കിലെന്ന്. അല്ല, ഒരിക്കലും നീ കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് പോയല്ലോ എന്നുള്ള ഇതിൽ നീ ഒരിക്കലും ദുഃഖിക്കാൻ പോകുന്നില്ല. മനസ്സിലാക്ക്, ഇപ്പം നിൻ്റെ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യവും കംപ്ലീറ്റ് ആയിട്ട് കണ്ടച്ച് കളാം. നിൻ്റെ ഫ്രണ്ടിൽ നിനക്കുണ്ടാകേണ്ട നിൻ്റെ ആ ഒരു ഗോൾ മാത്രമാണ്, നിൻ്റെ ആ ഒരു ലക്ഷ്യം മാത്രമാണ്. അതിനുവേണ്ടി മാത്രം ഫോക്കസ്ഡ് ആയിട്ട് കംപ്ലീറ്റ് ആ ഒരു ഇതിൽ വർക്ക് ചെയ്ത് അങ്ങ് പോവും. ആ ഒരു ഫ്ലോയിൽ വർക്ക് ചെയ്യും. ബാക്കി നിൻ്റെ ചുറ്റും നടക്കാന്നല്ല ആ ഒരു രീതിയിൽ നടക്കട്ടെ. ഒന്നും നിന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പാടില്ല, നിൻ്റെ ഗോൾ ചെയ്ത് നിന്നെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പാടില്ല. ആ ഒരു ഇതിൽ നീ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ആർ ഗോണ ബി സക്സസ്ഫുൾ. 100% ഗ്യാരണ്ടി ആയിട്ടുള്ള കാര്യം. ആരൊക്കെ വിചാരിച്ചാലും തടുക്കാൻ പറ്റാൻ പോകുന്നില്ല.